നമസ്കാരം. അസ്സലാമു അലൈക്കും. എൻ്റെ മനസ്സിലെ മുഹമ്മദ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചരിത്രത്തിലെ സുന്ദര നിമിഷങ്ങളിൽ സുന്ദരമായിട്ടുള്ള നിമിഷം അതാണ് നമ്മൾ കാണുന്നത്. 2000 പേരടങ്ങുന്ന സംഘം സന്തോഷത്തോടുകൂടി ആഹ്ലാദത്തോടുകൂടി നടന്നു നീങ്ങുന്നു. 7 വർഷം മുമ്പുണ്ടായിരുന്ന ഒരു യാത്രയുടെ പുനരാവിഷ്കാരം നടത്തിയിരിക്കുകയാണ് സർവശക്തനായിട്ടുള്ള അല്ലാഹു. പക്ഷേ അന്ന് സങ്കടത്തോടുകൂടി ഒരു ദുരിതയാത്രയായിരുന്നു നടത്തിയതെങ്കിൽ ഇന്ന് നിറഞ്ഞ ഹർഷത്തോടു കൂടിയിട്ട് തങ്ങളുടെ അഭിലാഷ പൂർത്തീകരണം അതിനുള്ള സമയമായി എന്നറിഞ്ഞുകൊണ്ട് തുള്ളിച്ചാടിക്കൊണ്ടുള്ള യാത്രയായിരുന്നു. ഓരോ കാൽവെപ്പ് നടത്തുമ്പോഴും അതിനേക്കാൾ 10 അടി അകലത്തേക്കായിട്ട് അവരുടെ മനസ്സ് ചാടിക്കടക്കുകയാണ്. 10 ഇരട്ടി അകലത്തിലേക്കായിട്ട്. രണ്ടായിരം പേര് അവരുടെ മുൻപിലായിട്ട് ബലിമൃഗങ്ങള്, ഒട്ടകത്തിൻ്റെ നേതൃത്വം വഹിക്കുന്നത് പ്രവാചകന്റെ ഒട്ടകമായിട്ടുള്ള കസ്വ എന്ന ഒട്ടകം. എല്ലാവരും മക്കയോട് അടുക്കാറായി. നബി തിരുമേനിയുടെയും സംഘത്തിൻ്റെയും തിരിച്ചുവരവ് അങ്ങോട്ടുള്ള പോക്ക് ഒളിച്ചും പാത്തുമായിരുന്നെങ്കിൽ ഇങ്ങോട്ടുള്ള വരവ് പരസ്യമായിട്ട് എല്ലാവരും കാണുക. ആ കാഴ്ച കാണാൻ ഖുറൈശികൾ പലർക്കും താല്പര്യമുണ്ടായിരുന്നില്ല. പലായനം ചെയ്യാൻ പുറപ്പെടുന്ന സമയത്ത് അവരെ സന്തോഷത്തോടു കൂടിയിട്ടാണ് അകറ്റിയതെങ്കിൽ തിരിച്ചു വരുന്ന സമയത്ത് ലോകം കീഴടക്കിയവരെന്ന നിലയിൽ തിരിച്ചു വരുന്ന സമയത്ത് ആ തിരിച്ചുവരവിൻ്റെ അവരുടെ ആഹ്ലാദം കാണാൻ പല ഖുറൈശികൾക്കും മനസ്സ് വന്നില്ല. ആയതുകൊണ്ട് തന്നെ നബി തിരുമേനിയുടെയും സംഘത്തിൻ്റെയും വരവിൻ്റെ ആഗമന വൃത്താന്തം അറിഞ്ഞ ഉടനെ തന്നെ ഖുറൈശികൾ ഹുദൈബിയ സന്ധി പ്രകാരം എന്ന് പറയാൻ മക്കയിൽ നിന്ന് ഒഴിഞ്ഞ് അവർ സമീപത്തുള്ള കുന്നുകളിലേക്ക്, അവിടെയുള്ള തമ്പുകളിലേക്ക് എല്ലാവരും മാറി. 3 ദിവസം ഇനി നിങ്ങൾക്ക് ഇഷ്ടം പോലെ ആകാം, ഞങ്ങൾക്ക് ഒന്നും കാണേണ്ടതില്ല, കേൾക്കേണ്ടതില്ല. ഖുറൈശികളുടെ നിലപാട് അതായിരുന്നു. തങ്ങളാൽ ഓടിക്കപ്പെട്ട സംഘമാണ് ഈ വരുന്നത്. അവരെല്ലാവരെയും തകർത്ത് തരിപ്പണമാക്കിയത് തങ്ങളാണ്. അവിടെ ആത്മാഭിമാനം പോരും. അതിനുശേഷവും എത്ര പ്രാവശ്യം അവർ മുറിവേൽപ്പിച്ചു. അവരുടെ ശരീരത്തെയും മനസ്സിനെയും മുറിവേൽപ്പിച്ചു മദീനയിലോട്ട് പോയിട്ട്. അങ്ങനെയുള്ള സംഘമാണ്, മുസ്ലിങ്ങളുടെ സംഘമാണ് നിർഭീതരായിട്ട് സന്തോഷത്തോടു കൂടി തങ്ങളുടെ പുണ്യഗേഹത്തിലേക്ക് പ്രവേശിക്കുന്നത്. ഹിറാ ഗുഹ സ്ഥിതി ചെയ്യുന്ന അബൂ ബുഖൈസ് പർവ്വതത്തിൻ്റെയും മറ്റു കുന്നുകളുടെയും മുകളിൽ കയറി നിന്നുകൊണ്ട് ഖുറൈശികൾ എത്തി നോക്കുകയായിരുന്നു ഇവരുടെ വരവ്. മക്കയുടെ കിഴക്ക് ഭാഗത്തു കൂടി ഒഴുകി വരികയാണ് 2000 പേരുള്ള മുസ്ലിം സമൂഹം. കസ്വാൻ എന്ന് പറയുന്ന പ്രവാചകന്റെ ഒട്ടകമാണ്. അതിൻ്റെ മൂക്കയർ പിടിച്ചുകൊണ്ട് എല്ലാവരുടെയും മുമ്പിലായിട്ട് അബ്ദുള്ള ബിൻ റവാഹയും ഉണ്ടായിരുന്നു.
ഏറ്റവും മുൻപിലായിട്ട്. മക്കയുടെ അടുത്തെത്താറായ സമയത്ത് പ്രവാചകന് ചുറ്റും അനുചര പ്രബലന്മാരായിട്ടുള്ള ആളുകൾ, അനുചരന്മാരിൽ വലിയവരായിട്ടുള്ള പ്രായം ചെന്നവരും പ്രമുഖരുമായിട്ടുള്ള ആളുകൾ ഒരു വലയം തന്നെ സൃഷ്ടിച്ചു. കാൽനടയായും ഒട്ടകപ്പുറത്തുമായിട്ട് അവരുടെ പിന്നിൽ അവരുടെ അണികളും നീങ്ങി. മസ്ജിദുൽ ഹറാം കൺമുമ്പിൽ പ്രത്യക്ഷപ്പെട്ടപ്പോൾ മുസ്ലിങ്ങളുടെ ചുണ്ടുകളിൽ നിന്ന് ഒന്നിച്ച് ലബ്ബൈക്ക് ലബ്ബൈക്ക് ഹർഷാരം എന്ന ശബ്ദമുയർന്നു. അവർ സർവാത്മന, അവരുടെ സർവമേധകളും സർവപ്രാണനുകളും ദൈവത്തിലേക്ക് തിരിഞ്ഞു, അല്ലാഹുവിലേക്ക് തിരിഞ്ഞു. ദിഗന്ധങ്ങൾ പ്രകമ്പനം കൊണ്ടു. അസാധാരണമായിട്ടൊരു ചരിത്ര ദൃശ്യം. എല്ലാവരും മതിമറക്കുകയായിരുന്നു. 7 വർഷത്തിന് ശേഷം കണ്ണുകളെ കൊണ്ട് കാണുകയാണ് സാക്ഷാൽ മക്ക ദേവാലയം. ബഹുദൈവ വിശ്വാസികളിൽ കഠിനതരമായിട്ടുള്ള മനസ്ഥിതിക്കാരെ പോലും ഇസ്ലാമിലേക്ക് ആകർഷിച്ച ദൃശ്യം. ഇങ്ങനെയൊന്നും അവർ കരുതിയിരുന്നില്ല. അടക്കത്തോടുകൂടി, ഒതുക്കത്തോടുകൂടി, സന്തോഷത്തോടുകൂടി, ശാന്തിയും സമാധാനവും വിളയാടുന്ന മുഖരൂപത്തോടു കൂടിയിട്ടുള്ള 2000 പേരുടെ വരവ്. ബഹുദൈവ വിശ്വാസികൾ, ബഹുദൈവത ആരാധനക്കാര്, വിഗ്രഹാരാധനക്കാര്, ഇതിൽ നിന്ന് ഞങ്ങൾ ഒരിക്കലും മാറില്ലെന്ന് ഉറപ്പിച്ച ആളുകൾ, കഠിനമായിട്ടുള്ള മനസ്ഥിതിക്കാരുടെ മനസ്സിൽ പോലും ഈ കാഴ്ച ഒരു മൃദുത്വം ഉളവാക്കി. തുല്യതയില്ലാത്തൊരു ദൃശ്യം, തുല്യതയില്ലാത്ത ആ കാഴ്ച മക്കാനിവാസികള് കണ്ണിമ പൂട്ടാതെ കണ്ടു നിന്നു. ഹൃദയങ്ങളിൽ നിന്ന് വിജൃംഭിതമായിട്ടുള്ള ലബ്ബൈക്ക് ലബ്ബൈക്ക് എന്ന നാദഘോഷം ആകാശത്തിൻ്റെ അതിർത്തികളിൽ തട്ടിക്കൊണ്ട് തിരിച്ച് താഴോട്ട് വന്നു. എല്ലാ ഖുറൈശികളുടെയും മനസ്സിലൂടെ അത് കടന്നുപോയി. എല്ലാവരുടെയും ശ്രോത്രങ്ങളിൽ അത് അലയടിച്ചു. ചില അവിശ്വാസികള്, വഴിതെറ്റി മുന്നോട്ട് പോകുന്നവരുടെ ചേതനയെ അത് ഭയകമ്പിതമാക്കുകയും ചെയ്തു. കാബ പ്രദക്ഷിണം. പ്രവാചകൻ മസ്ജിദുൽ ഹറാമിലെത്തിയ സമയത്ത് വലത് തോൾ ഒഴിവാക്കിയിട്ട് ഉത്തരീയം കൊണ്ട് ഇത്തിബാദ് അദ്ദേഹം നടത്തി. അദ്ദേഹം പ്രാർത്ഥിച്ചു, അല്ലാഹുവേ, ഈ ദിവസം ശത്രുക്കൾക്ക് സ്വന്തം ശക്തി പ്രകടിപ്പിക്കുന്നവന് നീ കരുണ ചെയ്യണമേ. ശത്രുക്കളാണെന്നറിയേ, അവരുടെ മുൻപിലാണ് അവരുടെ ശത്രു ശക്തി പ്രകടിപ്പിക്കുന്നത്. അവരുടെ മേലെ നീ കരുണ ചൊരിയണമേ അല്ലാഹുവേ. നബി തിരുമേനി പ്രാർത്ഥിച്ചു. അതിനുശേഷം പിന്നീട് ഹജറുൽ അസ്വദിന് സമീപമുള്ള സ്തൂപം അഭിവാദ്യം ചെയ്തു. അങ്ങനെ അഭിവാദ്യം ചെയ്ത് പ്രവാചകനും അനുചരന്മാരും ദ്രുതഗതിയിൽ കാബ പ്രദക്ഷിണം ചെയ്തു. റുക്നുൽ യമനി അഭിവാദ്യം ചെയ്ത സമയത്ത് തെക്ക് ഭാഗത്ത്, യമൻ ഭാഗത്ത് നടത്തത്തിനുള്ള വേഗത കുറച്ചു. എന്നിട്ട് പ്രദക്ഷിണം വീണ്ടും തുടർന്നു. വീണ്ടും ഹജറുൽ അസ്വദിനെ സമീപിച്ചപ്പോൾ ദ്രുത നടനം ആവർത്തിച്ചു, ആചാരത്തിൻ്റെ ഭാഗമായിട്ട്. ഇങ്ങനെ പ്രവാചകൻ 3 തവണ ദ്രുതതരമായിട്ടും ബാക്കി മുഴുവൻ സമയവും മന്ദമായിട്ടും നടനം നടത്തി കാബ തുവാഫ് ചെയ്തു, പ്രദക്ഷിണം ചെയ്തു. തുവാഫ് പ്രദക്ഷിണം ചെയ്തു.
രണ്ടായിരം മുസ്ലിങ്ങളും അച്ചടക്കത്തോടു കൂടിയിട്ട് പ്രവാചകനെ അനുഗമിച്ചു, അനുസന്ധാനം ചെയ്തു. 2000 മുസ്ലിങ്ങളും പ്രവാചകന്റെ അദ്ദേഹം എന്തെല്ലാം ചെയ്യുന്നു, ദ്രുത നടനമാണെങ്കിൽ ദ്രുത നടനം, മന്ദനടനമാണെങ്കിൽ മന്ദനടനം അവരനുകരിച്ചു. പ്രവാചകൻ നടത്തത്തിന് വേഗത കൂട്ടിയപ്പോൾ അവരും വേഗത കൂട്ടി, വേഗം കുറച്ചപ്പോൾ അവരും വേഗം കുറച്ചു. അബു ഖുബൈസ് പർവ്വതത്തിന് മുകളിൽ നിന്നുകൊണ്ട് ഖുറൈശികൾ അത്ഭുതകരമായ വിസ്മയകരമായ ഈ ദൃശ്യം കാണുന്നുണ്ടായിരുന്നു. മുഹമ്മദും കൂട്ടരും ഭൗതികമായിട്ടും ആധ്യാത്മികമായിട്ടും അതീവ ശക്തരായി കഴിഞ്ഞു. അതീവ ശക്തരാണ് അവരെന്ന് ആ കാഴ്ച ഒന്നും പറയാതെ ആ കാഴ്ച തന്നെ സ്വയം സംസാരിക്കുകയായിരുന്നു, ബോധിപ്പിക്കുകയായിരുന്നു ഖുറൈശികളെ. മുസ്ലിങ്ങളുടെ ദൗർബല്യത്തെക്കുറിച്ച് ഉണ്ടായിരുന്ന സംശയങ്ങൾ, അവരുടെ ധാരണകൾ, മിഥ്യാധാരണകൾ, അതെല്ലാം അവരുടെ ഹൃദയത്തിൽ നിന്ന് ഏറെക്കുറെ മാഞ്ഞു പോയി കഴിഞ്ഞു. ആ നിമിഷത്തിൻ്റെ ആവേശത്താൽ അബ്ദുള്ള ബിൻ റവാഹ ഖുറൈശികളുടെ മുഖത്ത് നോക്കിയിട്ട് യുദ്ധപ്രഖ്യാപനം നടത്താൻ ഒരുമ്പെട്ടു. അപ്പോൾ ഉമർ അദ്ദേഹത്തെ തടഞ്ഞുകൊണ്ട് പറഞ്ഞു, ഇബ്നു റവാഹ, അടങ്ങിയിരിക്കുക. പ്രവാചകൻ അദ്ദേഹത്തിന് ഇതിന് പകരമായിട്ട് അദ്ദേഹത്തോട് പറഞ്ഞു, ലാ ഇലാഹ ഇല്ലല്ലാഹു വദഹു നസ്റ അബ്ദഹു വഹസ ജുൻദഹു എന്ന് പ്രഖ്യാപിക്കാൻ നിർദ്ദേശിച്ചു. ഏകനായിട്ടുള്ള അല്ലാഹു അല്ലാതെ ദൈവമില്ല, അവൻ തൻ്റെ ദാസനെ സഹായിച്ചു എന്നർത്ഥം വരുന്ന വരികളായിരുന്നു അത്. അങ്ങനെ പ്രഖ്യാപിക്കാനാണ് അദ്ദേഹം നിർദ്ദേശിച്ചത്. ഇബ്നു റവാഹ അത്യുച്ചത്തിൽ ആ പ്രഖ്യാപനം ആഘോഷിച്ചു. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് തുടങ്ങിയ പ്രഖ്യാപനം മുസ്ലിങ്ങൾ എല്ലാവരും അത് ഏറ്റുപറഞ്ഞു. താഴ്വരകളുടെ പ്രാന്തങ്ങളിൽ ആ നാദനിർഘോഷം ചെന്നടിച്ച് മാറ്റുളിക്കൊണ്ടു മക്കയാകെ. ചുറ്റുമുള്ള പർവ്വത മുകളിൽ നിലയുറപ്പിച്ച മക്കാ നിവാസികളുടെ ഹൃദയം അത് കേട്ട് ചകിതമായി പോയി. മുസ്ലിങ്ങള് കാബ പ്രദക്ഷിണം പൂർത്തിയാക്കിയപ്പോൾ പ്രവാചകൻ നബി തിരുമേനി സഫാ മാർവ പർവ്വതങ്ങളിലേക്ക് നീങ്ങി. അവയ്ക്കിടയിലൂടെ ഏഴ് പ്രാവശ്യം അദ്ദേഹം ഓടി. അറബികൾ മുമ്പൊക്കെ ഹജ്ജ് ചടങ്ങിൽ ചെയ്യാറുള്ള പ്രകാരം 7 പ്രാവശ്യം അദ്ദേഹം അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി. പിന്നീട് മർവയിൽ വെച്ച് ബലികർമ്മം നിർവഹിച്ചു. അവിടെ വെച്ച് തലമുണ്ടനവും ചെയ്യുകയും ചെയ്തു. അതോടെ ഉംറയുടെ ചടങ്ങുകളെല്ലാം പൂർത്തിയായി. പിറ്റേന്ന് പ്രവാചകൻ കാബയിൽ പ്രവേശിച്ചു. മധ്യാഹ്ന നമസ്കാര സമയം വരെ അദ്ദേഹം അവിടെ കഴിച്ചുകൂട്ടി. അപ്പോഴും കാബയിൽ ഉണ്ടായിരുന്നു നിറയെ വിഗ്രഹങ്ങൾ. അദ്ദേഹം അത് ശ്രദ്ധിച്ചില്ല. അതോടൊപ്പം തന്നെ ബിലാൽ കാബയുടെ മുകൾ തട്ടിൽ കയറിയിട്ട് മധ്യാഹ്ന നമസ്കാരത്തിനായിട്ട് അദ്ദേഹം ബാങ്ക് വിളിച്ചു. 7 വർഷത്തോളമായിട്ട് മുസ്ലിങ്ങൾക്ക് നമസ്കാരം തടഞ്ഞിരുന്ന മസ്ജിദുൽ ഹറാമിൽ വെച്ച് നബി തിരുമേനി 2000 മുസ്ലിങ്ങളുമായിട്ട് നമസ്കാരം നിർവഹിച്ചു. അൽഹംദുലില്ലാഹ്. നമസ്കാരം.